കോഴിക്കോട്ടേക്കാണ് ഇനി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയ ലഭിക്കാതെ യുവാവ് അബോധാവസ്ഥയിലായതായി പരാതി. അപകടത്തിൽ കാലൊടിഞ്ഞ വളയം സ്വദേശി അശ്വിനാണ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭിക്കാതിരുന്നത്. കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നോട്ടീസ് അയച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കോയമ്പത്തൂരിൽ വെച്ച് നടന്ന സൈനിക റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കവെയാണ് 23-കാരനായ നാദാപുരം സ്വദേശി അശ്വിന്റെ തുടയലൊടിഞ്ഞത്. പരിക്ക് ഗുരുതരവും ചെലവേറിയതുമായതിനാൽ ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് തന്നെ അശ്വിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടും അടിയന്തര ശസ്ത്രക്രിയ ലഭിച്ചില്ലെന്നാണ് പരാതി. കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഇവനെ കയറ്റുമെന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവനെ കയറ്റാതെ കണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു ആൾ വന്നിരുന്നു. കൈക്ക് പൊട്ടി, അതായത് കൈക്ക് ജസ്റ്റ് ഇതിൻ്റെ എല്ല് പൊട്ടിയിട്ടുള്ള ശസ്ത്രക്രിയയായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടും ഇത് കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർക്ക് 12 മണി വരെ ഡ്യൂട്ടിയുള്ളൂ. 12 മണിക്ക് ശേഷം ഡ്യൂട്ടിയില്ല. പിന്നെ വെള്ളിയാഴ്ച ചെയ്യും, ഞങ്ങൾ അവരെയാണ് ചെയ്യാൻ പോകുന്നത്. അവർ ചെയ്യാൻ വില്ലിങ് അല്ലായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ അവർ ഫോൺ ചെയ്ത്, ബന്ധുക്കളൊക്കെ വിളിച്ച് ഫോൺ ചെയ്ത് ഇവർ പറയുന്നത് വരെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, നമ്മളെ ചെയ്യാതെ. ഈ കുട്ടി എൻ്റെ മോനെ അത്രയും വേദന കൊണ്ട് പൊളയായിരുന്നു ആ സമയത്ത്. അവിടുന്ന് മജ്ജയിൽ നിന്ന് കൊഴുപ്പ് രക്തത്തിൽ കയറി ഹൃദയത്തെയും തലച്ചോറിനെയും ബാധിച്ചതിനാൽ അബോധാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണിപ്പോൾ അശ്വിൻ. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കാതിരുന്നതാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ. സർജറി വഴികൊണ്ട് തന്നെയാണ് ഇവിടെ അന്ന് രാത്രിയാണ് എത്തുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു ഉച്ചന് മുമ്പ് തന്നെ സർജറി കൊണ്ടുപോയി. അങ്ങനെ സർജറി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടർമാരാണ്. അവർ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങൾക്ക് ഇത്രയും സ്റ്റേജിലെത്താൻ കാരണമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് നോട്ടീസ് അയച്ച മനുഷ്യാവകാശ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അശ്വിന്റെ ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ അശ്വിന്റെ ചികിത്സാ ചെലവിനിപ്പോൾ ഒരു ദിവസം 1 ലക്ഷം രൂപയെങ്കിലുമാണ് ചെലവ് വരുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബം ചികിത്സാ ചെലവ് വഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചത്. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് അനസ്തേഷ്യ നൽകാൻ ജീവനക്കാരില്ലാത്തതാണ് ശസ്ത്രക്രിയ വൈകാൻ കാരണമായത്. അശ്വിനേക്കാൾ അടിയന്തിരമായി ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗി വന്നതിനാൽ ശസ്ത്രക്രിയ നൽകാനായില്ലെന്നാണ് അസ്ഥിരോഗ വിഭാഗം മേധാവി അറിയിച്ചത്. ശസ്ത്രക്രിയ ചെയ്താലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ അബോധാവസ്ഥയിലാകുന്നത് അപൂർവമാണെന്നും ഡോക്ടർ പറഞ്ഞു. 10 അനസ്തെറ്റിസ്റ്റുകൾ വേണ്ടിടത്ത് 3 പേർ മാത്രമാണുള്ളത്. ശസ്ത്രക്രിയ വൈകുന്ന കാര്യം ബന്ധുക്കളെ അറിയിച്ചിരുന്നു എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമാണെന്നും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും MP MK രാഘവൻ അറിയിച്ചു. അശ്വിന്റെ ചികിത്സാ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കണമെന്ന് MP ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.